നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അവസരത്തിൽ ഇസ്രായേലി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് യായിർ നെതന്യാഹു, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ, അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിനെ തല്ലിയോ എന്നുള്ള വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് ഇസ്രായേലി പാർലമെന്റിൽ ഇസ്രായേലി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മെമ്പറായ ലാമ നസീമിയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ യായിർ നെതന്യാഹുവിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ ഉരുത്തിരിയുന്നുണ്ട്. പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ മിയാമിയിലാണുള്ളത്, അമേരിക്കയിലെ മിയാമിയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രായേൽ മാസവും $55 ലക്ഷം ചിലവഴിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇസ്രായേലി പ്രധാനമന്ത്രി, പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, അതുപോലെ ലോക്സഭാ സ്പീക്കർ എന്നിവർക്ക് നൽകുന്ന അത്രയും മേൽ കാറ്റഗറിയുള്ള അഥവാ അത്രയും സുരക്ഷാ ഇമ്പോർട്ടൻസ് ആണ് ഇസ്രായേലി പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ യായിർ നെതന്യാഹുവിന് കൊടുക്കുന്നത്. കാരണം ഇറാൻ അദ്ദേഹത്തെ ആക്രമിച്ച് കൊല ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം ഇസ്രായേലി പ്രധാനമന്ത്രിക്കുമുണ്ട്. പ്രത്യേകിച്ചും ഈ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം അത് ഇറാനിൽ വെച്ച് ഇസ്രായേൽ നടത്തിയ സമയത്തൊക്കെ യായിർ നെതന്യാഹുവിനെ വധിക്കുവാനുള്ള ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊക്കെ ഭയം ഇസ്രായേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ $55 ലക്ഷം ആണ് ഒരു മാസം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ യായിർ നെതന്യാഹുവിൻ്റെ ചിലവിന് വേണ്ടി നീക്കിവെക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ ലാമ നസിമി ഇസ്രായേൽ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛനെ അടിച്ചിട്ട് അഥവാ ബെഞ്ചമിൻ നെതന്യാഹുവിനെ തല്ലിയിട്ട് മിയാമിയിലേക്ക് പോയ മകനെ അഥവാ നെതന്യാഹു അച്ഛനെ തല്ലിയതിൻ്റെ പേരിൽ മിയാമിയിലേക്ക് നാട് കടത്തിയ ഈ യായിർ നെതന്യാഹുവിന് വേണ്ടിയാണോ ഇത്രത്തോളം പൈസ ചിലവാക്കേണ്ടത് എന്നൊരു ചോദ്യം. അച്ഛനെ തള്ളിയിട്ട് വിദേശത്തേക്ക് ഇസ്രായേൽ നാട് കടത്തിയ ഒരാൾക്ക് വേണ്ടിയാണോ ഇത്രത്തോളം പൈസ ചിലവാക്കുന്നത് എന്ന ചോദ്യം ഇസ്രായേലി പ്രതിപക്ഷ നേതാവ്, ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലാമ നസിമിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അച്ഛൻ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു അച്ഛനല്ല, അത് പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തല്ലുമ്പോൾ അത് രാജ്യത്തിന് ഏൽക്കുന്ന അപമാനമാണ്, രാജ്യത്തെ അപമാനിച്ചതിന് തുല്യമാണ്. അപ്പോൾ പ്രധാനമന്ത്രിയെ തല്ലിയിട്ട് നാട് കടത്തിയ ഒരാളായിട്ടാണ് ലാമ നസിമി ഈ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ യായിർ നെതന്യാഹുവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള വലിയ ബഹളങ്ങൾ ഇസ്രായേലി പാർലമെന്റിൽ ഉണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും അതുപോലെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടി അംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനാവശ്യമായ തെളിവുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ വരുന്നില്ല എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. എന്തായാലും ഇസ്രായേലി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ യായിർ നെതന്യാഹു തല്ലി എന്നതാണ്. തല്ലിയതിൻ്റെ പേരിൽ മിയാമിയിലേക്ക് അമേരിക്കയിലേക്ക് നാട് കടത്തിയ അദ്ദേഹത്തിനു വേണ്ടി ഇനി അധികം അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി യായിർ നെതന്യാഹുവിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അധികം പൈസ ചിലവാക്കേണ്ട എന്ന ഒരു വാദമാണ് ഇസ്രായേലി പാർലമെന്റിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.